ഈ ഒരു പ്രോബ്ലം നോക്കാം. എ പെട്രോൾ എഞ്ചിൻ ഓപ്പറേറ്റ് ഓൺ ദ എയർ സ്റ്റാൻഡേർഡ് ഓട്ടോ സൈക്കിൾ. പെട്രോൾ എഞ്ചിൻ വർക്ക് ചെയ്യുന്നത് ഓട്ടോ സൈക്കിളിൽ ആണ് പറഞ്ഞിരിക്കുകയാണ്. ദ കംപ്രഷൻ റേഷ്യോ R നമുക്ക് തന്നിട്ടുണ്ട് ഈസ് 6. ദ പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ദ ബിഗിനിങ് ഓഫ് കംപ്രഷൻ. Pressure temperature at the beginning of compression are 103 kilopascal and 100 degrees Celsius respectively. The heat added to the air is 945 kilojoule per kg of air. Determine pressure, volume, temperature at each point in the cycle. Pressure, volume, temperature എല്ലാം കണ്ടുപിടിക്കണം at each point. പിന്നെ thermal efficiency കണ്ടുപിടിക്കണം. പിന്നെ for air take R is equal to 0.287 kilojoule per kg Kelvin, CV is equal to 0.7165 kilojoule per kg Kelvin, gamma is equal to 1.4. ഇത്രയും തന്നിരിക്കുകയാണ്. നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ എന്ന് പറഞ്ഞാൽ അറ്റ് ദ ബിഗിനിങ് ഓഫ് കംപ്രഷനിലെ പ്രഷർ ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്. പിന്നെ ക്യൂ വാല്യൂ ഹീറ്റ് ആഡഡ് QR എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എല്ലാ ഇതും, അതായത് നമ്മളുടെ PV ഡയഗ്രാം വെച്ച് നോക്കുമ്പോൾ അതിൽ തന്നിട്ടുള്ള എല്ലാ ഡാറ്റാസും പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ അറ്റ് ഈച്ച് പോയിൻ്റ് എല്ലാം കണ്ടുപിടിക്കണം. തെർമൽ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കതൊന്ന് ചെയ്ത് നോക്കി നോക്കാം. അത് ഇത് ഒരു ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇമ്പോർട്ടൻ്റ് മീൻസ് ഇതിൽ മാക്സിമം ക്വസ്റ്റ്യൻ ഉണ്ട്. നമുക്ക് ഈ ഒരു ഓട്ടോ സൈക്കിൾ ചോദിക്കാവുന്നതിൽ ഉള്ള ടൈപ്പിലുള്ള ഒരു വലിയൊരു ക്വസ്റ്റ്യൻ അതാണ് ഇത്. നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൽ നമ്മൾ ആദ്യം തന്നിട്ടുള്ള നമ്മളിത് ഓട്ടോ സൈക്കിളാണെന്ന് കണ്ടുപിടിക്കും. നമ്മൾ PV ഡയഗ്രാം, TS ഡയഗ്രാം വരയ്ക്കുക. അപ്പോൾ PV ഡയഗ്രാം ഇങ്ങനെ വന്നു. ഓക്കെ, 1 2 3 4. ഇവിടെ QR, ഇവിടെ QS, പിന്നെ ഇവിടെ അഡിയബാറ്റിക് എക്സ്പാൻഷൻ, ഇവിടെ അഡിയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, ഇവിടെ QR, ഇവിടെ QS. ഇനിയിപ്പോൾ ഇതിൻ്റെ TS ഡയഗ്രാം ആണെന്നുണ്ടെങ്കിൽ TS ഡയഗ്രാം വരച്ചിട്ട് TS ഡയഗ്രാം വരുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരും. ഓക്കെ, അഡിയബാറ്റിക് എക്സ്പാൻഷൻ അതായത് ഐസെൻട്രോപ്പിക് പ്രോസസ്സ് 1 2 2, S1 is equal to S2. അപ്പോൾ 1 2 3 4, അതായത് 3 to 4 അഡിയബാറ്റിക് കംപ്രഷൻ, അതായത് S3 is equal to S4 ഐസെൻട്രോപ്പിക് പ്രോസസ്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്കുള്ളത്. എന്നിട്ട് നമുക്ക് ഇതിലെന്താ തന്നിട്ടുള്ളത്, നമുക്ക് ഇപ്പോൾ ഈ ഡാറ്റാസ് വെച്ച് നോക്കിയിട്ട് നമ്മളെന്ത് പറയണം, നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് എഴുതാം. അപ്പോൾ ഇതിൽ R തന്നിട്ടുണ്ട്. R is equal to 6, അതായത് കംപ്രഷൻ റേഷ്യോ അതായത് V3/V4 എത്രയാണെന്ന് നമുക്ക് ഇവർ തന്നിട്ടുണ്ട്. V3/V4 എത്രയാണെന്ന് തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 6. പിന്നെ തന്നിട്ടുള്ളത് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ദ ബിഗിനിങ് ഓഫ് കംപ്രഷൻ. പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ അറ്റ് ദ ബിഗിനിങ് ഓഫ് കംപ്രഷൻ, അതായത് ഇവിടെ ഇതാണ് അഡിയബാറ്റിക് കംപ്രഷൻ നടക്കുന്നത്. അതിൻ്റെ ബിഗിനിങ് ഓഫ് കംപ്രഷൻ അതായത് 3 എന്ന് പറയുന്ന പോയിന്റിൽ P3 വാല്യൂ, T3 വാല്യൂ തന്നിട്ടുണ്ട്. P3 ഈസ് ഈക്വൽ ടു എത്രയാണ്, 103 കിലോ പാസ്കൽ, അതായത് 103 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതായത് പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ, കിലോ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ 1000 കൊണ്ട് ഗുണിച്ചപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ, അതായത് 103 പാസ്കലായി. അതെ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് 103 × 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്കൽ. ഓക്കെ, കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1000. അപ്പോൾ അത് 103 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഇനി ടെമ്പറേച്ചർ തന്നിട്ടുള്ളത് 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് 100 + 273 എന്ന് പറയുമ്പോൾ 373 കെൽവിൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. പിന്നെ Q തന്നിട്ടുണ്ട്. എന്താണ്, ഹീറ്റ് അബ്സോർബ്ഡ്, ഹീറ്റ് ആഡഡ്, അതായത് QR തന്നിട്ടുണ്ട്. QR എത്രയാണ് തന്നിട്ടുള്ളത്, 945 കിലോ ജൂളാണ് കേട്ടോ, കിലോ ജൂൾ പെർ kg കെൽവിൻ. കിലോ ജൂൾ പെർ kg കെൽവിൻ ഇല്ല, കിലോ ജൂൾ പെർ kg. അതായത് QR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് അഡീഷൻ. ഹീറ്റ് അഡീഷൻ എന്താണ്, കോൺസ്റ്റൻറ്റ് വോളിയത്തിൽ നമുക്കറിയാം MCV ഹീറ്റ് അഡീഷൻ അല്ലേ, 4ൽ നിന്ന് 1ലേക്ക് ഹീറ്റ് അഡീഷൻ നടന്നു. 4ൽ നിന്ന് 1ലേക്ക് ഹീറ്റ് അഡീഷൻ നടന്നപ്പോൾ T1 ആണ് വലുത്. MCV T1 - T4, അതാണ് നമ്മളുടെ QRൻ്റെ ഇക്വേഷൻ. അതിൽ നമ്മൾക്ക് മാസ് നമുക്ക് എന്താ പെർ kg എന്നുള്ള എടുക്കാം, എന്ന് പറഞ്ഞാൽ കിലോ ജൂൾ പെർ kg ആണിത്. അപ്പോൾ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ kg, അതായത് മാസ് ഈസ് ഈക്വൽ ടു 1 kg എന്ന് നമുക്ക് എടുക്കാം. ഇനി നമുക്ക് CV തന്നിട്ടുണ്ട്. CV പ്രോബ്ലത്തിൽ അവർ തന്നിട്ടുണ്ട്. CV എത്രയാണെന്നുള്ളത് 0.7165 0.7165 കിലോ ജൂൾ പെർ kg കെൽവിൻ. ശരിയല്ലേ, കിലോ ജൂൾ പെർ kg കെൽവിൻ. പിന്നെ CV തന്നു. പിന്നെ R വാല്യൂ തന്നിട്ടുണ്ട്. R ഈസ് ഈക്വൽ ടു എത്രയായിരുന്നു, R വാല്യൂ തന്നിട്ടുള്ളത് 0.287 കിലോ ജൂൾ പെർ kg കെൽവിൻ. ഗാമ വാല്യൂ തന്നിട്ടുള്ളത് 1.4. ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് 1, അതായത് P1 V1 T1 കാണണം, P2 V2 T2 കാണണം,
P3 അറിയാം, P3 V3 T3. അതിൽ P3യും T3യും തന്നിട്ടുണ്ട്, V3 കണ്ടുപിടിക്കണം. പിന്നുള്ളത് എന്താ P3 ഓക്കെ. പിന്നെ P4 V4 T4 ഓക്കെ. ഇത്രയും കാര്യങ്ങൾ നമുക്ക്, ഇത്രയും ഡാറ്റാസ് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ. അപ്പോൾ എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ നമുക്ക് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. എഫിഷ്യൻസി ഓഫ് ഓട്ടോ സൈക്കിൾ ഈസ് ഈക്വൽ ടു 1 - 1 ഡിവൈഡഡ് ബൈ R to the power of gamma - 1. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1 - 1 ഡിവൈഡ് ബൈ R വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 6 to the power of gamma വാല്യൂ തന്നിട്ടുണ്ട്. ഇത് 6 കേട്ടോ. 6 to the power of 1.4 - 1 ചെയ്യുമ്പോൾ നമുക്ക് നേരിട്ട് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ കിട്ടും. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 1.4 - 1 6 to the power of answer 1 divided by answer 1 minus answer. ഓക്കെ, അത് 0.51. അല്ല, നമുക്ക് എഫിഷ്യൻസി തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ ഒരു ചോദ്യത്തിൽ? അല്ല, ഇതിലല്ല, കഴിഞ്ഞ പ്രോബ്ലത്തിലായിരുന്നു അല്ലേ നമുക്കൊരു 50% എഫിഷ്യൻസി എന്ന് പറഞ്ഞു തന്നത്, കഴിഞ്ഞ പ്രോബ്ലത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് 0.5116, അതായത് 51.16% ആണ് എനിക്ക് ഇതിൽ കിട്ടുന്ന എഫിഷ്യൻസി. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതൊക്കെ ഓരോന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? P3 V3 T3 ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്, അഡിയബാറ്റിക് കംപ്രഷൻ. അപ്പോൾ നമ്മൾ ഓരോ പ്രോസസ്സുകളും എഴുതിയിട്ട് കണ്ടുപിടിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ P3 V3 T3 എന്നുള്ളത് എടുക്കാം. നമുക്ക് P3യും T3 ആണ് അറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത P3 T3 അറിയാം, P4 ഓക്കെ, V3 by V4 ഇവിടെ അറിയാം അല്ലേ? V3 by V4 6 ആണെന്നറിയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രോസസ്സ് 3 to 4 കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? V3 by V4 അല്ലേ? V3 വലിയ വോളിയം ബൈ ചെറിയ വോളിയം, V3 by V4 to the power of gamma - 1 is equal to, രണ്ട് സൈഡിൽ ഈക്വൽ എഴുതി. ഇവിടെ T4 by T3, ഇവിടെ P4 by P3 to the power of gamma - 1 divided by gamma, ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് ഇതറിയാം, V3 by V4 6 ആണെന്നറിയാം, T3 അറിയാം, P3 അറിയാമെന്നുണ്ടെങ്കിൽ ഈ ടേമിൽ T4ഉം P4ഉം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ? ശരിയല്ലേ? T3 നമുക്കറിയാം 100 ഡിഗ്രി സെൽഷ്യസ്, P3 നമുക്കറിയാം 103 kPa. ഈ ടൈം മൊത്തം അറിയാമെന്നുണ്ടെങ്കിൽ ഇതിനെ രണ്ടിനും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അൺനോൺ ടേംസുകൾ കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് T4ഉം P4ഉം കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഞാൻ ആ ഇക്വേഷൻ എഴുതാം. ആദ്യം T4 by T3 is equal to V3 by V4 to the power of gamma - 1 എന്ന് എഴുതി. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഇക്വേഷൻ എഴുതി. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഞാൻ ഇത് അങ്ങനെയാക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? V3 by V4 എനിക്കറിയാം 6 ആണെന്ന് അറിയാം. 6 to the power of 1.4 - 1 അല്ലേ? V3 by V4 കംപ്രഷൻ റേഷ്യോ നമുക്ക് ഇവർ തന്നിട്ടുണ്ട്. കംപ്രഷൻ റേഷ്യോ ഈസ് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. കംപ്രഷൻ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, V3 by V4 ആണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. ഓക്കെ, 6 തന്നിട്ടുണ്ട്. T4 നമുക്കറിയില്ല, T3 നമുക്കവർ തന്നിട്ടുണ്ട്. അറ്റ് ദ ബിഗിനിങ് ഓഫ് കംപ്രഷൻ ടെമ്പറേച്ചർ ഈസ് 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 100 + 273 373 കെൽവിൻ. ഇതിൽ നിന്ന് എനിക്ക് T4 കിട്ടില്ലേ? അപ്പം ഞാനിത് കണ്ടുപിടിച്ചു. അങ്ങനെ T4 ഈസ് ഈക്വൽ ടു എത്രയാണ്? 6 × 0.4 അല്ലേ? 1.4 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4. 6 to the power of 0.4 × 373. അപ്പോൾ അത് ഞാൻ കണ്ടുപിടിച്ചു. ഓക്കെ, 1.4 - 1 6 to the power of answer × 373. T4 എനിക്ക് വന്നത് 763 കെൽവിൻ. T4 ഈസ് ഈക്വൽ ടു 763.78 കെൽവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -273 എന്ന് പറഞ്ഞാൽ 490.78 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, T4 വന്നു. സിമിലർലി നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? V3 by V4 to the power of gamma - 1 is equal to P4 by P3 to the power of gamma - 1 divided by gamma അല്ലേ? V3 by V4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 6 ആണെന്ന് നമുക്കറിയാം. 6 to the power of gamma - 1 1.4 - 1 is equal to P4 നമുക്കറിയില്ല, P3 നമുക്കറിയാം എത്രയായിരുന്നു? 103 kPa. 103 × 1000 പാസ്കൽ to the power of 1.4 - 1 divided by 1.4. ശരിയല്ലേ? അപ്പോൾ ഞാനത് എഴുതി. അപ്പോൾ ഞാൻ ഈ ആൻസർ ആദ്യം ഈ ആൻസർ ഈ പോർഷൻ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ 1.4 - 1 എന്ന് പറഞ്ഞാൽ 0.4. 6 to the power of ആൻസർ എനിക്ക് വന്നത്
2.0476 ഓക്കെ ഇസ് ഈക്വൽ ടു P4 ഞാൻ അവിടെ എസ് ഇറ്റ് ഈസ് എഴുതി 103 ഇൻറ്റു 1000 പാസ്കൽ. ഇവിടെ ഉള്ളത് ഈ ടൈമിന് ഞാൻ ഇത് എന്താ പറയുക, ഇത് സോൾവ് ചെയ്തിട്ട് എഴുതാൻ പോവാണ്. 1.4 - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.4. 1.4 - 1 എന്ന് പറഞ്ഞാൽ 0.4 ഡിവൈഡഡ് ബൈ 1.4, അതായത് 0.285. ഇത് മൊത്തം ആൻസർ ചെയ്തത് 0.285. അപ്പോൾ നമുക്ക് P4 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഈ 0.285 ഇപ്പുറത്തേക്ക് കൊണ്ടുപോകണം ആദ്യം. അപ്പോൾ 2.0476 ടു ദ പവർ ഓഫ് 0.285 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 1 ഡിവൈഡഡ് ബൈ 0.285. ഓക്കെ, P4 ബൈ 103 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 3 അല്ലെങ്കിൽ 1000. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇനി P4 കണ്ടുപിടിച്ചിട്ട്, അതായത് ഈ ആൻസർ ഇത് സോൾവ് ചെയ്യുക, അതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഈ ആൻസർ കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം ഇത് സോൾവ് ചെയ്യും. 0.285 ഇതാണ്. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 0.285. ഓക്കെ, അപ്പോൾ എനിക്ക് വന്നത് 2.0476 ടു ദ പവർ ഓഫ് 3.5 ഇൻറ്റു 103 ഇൻറ്റു 1000 ഇസ് ഈക്വൽ ടു P4. അതായത് P4 എനിക്ക് എത്ര നോക്കാം, 2.0476 ടു ദ പവർ ഓഫ് ആൻസർ ഇൻറ്റു 103 ഇൻറ്റു 1000. എനിക്ക് വന്നത് 1265 304.77 പാസ്കൽ, അതായത് കിലോ പാസ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ 1265.304 കിലോ പാസ്കൽ, ശരിയല്ലേ? P4 വന്നത്. അപ്പോൾ P4 T4 എന്നുള്ളതൊക്കെ എനിക്ക് ഇവിടെ കിട്ടി. P4 കിട്ടി, T4 കിട്ടി. നമ്മൾ ലാസ്റ്റ് ഫൈനൽ ഇതൊക്കെ എടുത്ത് എഴുതണം കേട്ടോ, ഓരോ വാല്യൂസ് എടുത്ത് എഴുതണം. അപ്പോൾ T4 കിട്ടി, P4 കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഇപ്പം തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് വോളിയം കണ്ടുപിടിക്കാൻ പറ്റും. V3/V4 = R. അതായത് നമുക്കിപ്പോൾ P3 അറിയാം, ഓക്കെ, പിന്നെന്താ T3 അറിയാം അല്ലേ. V3 എന്ന് പറയുന്നത് അൺനോൺ ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ V3 കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അതായത് V3 നമുക്കറിയാം, PV = MRT അല്ലേ. അതായത് PV = MRT എന്ന് പറഞ്ഞാൽ V3 = MRT3, ശരിയല്ലേ? MRT3. അപ്പോൾ അതിൽ P3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 103 കിലോ പാസ്കൽ. അത് ഞാനിവിടെ കൊടുത്തു. 103 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 3 പാസ്കൽ ഇൻറ്റു V3 എനിക്ക് അറിയില്ല. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എഴുതുന്നത് 1 ആണ് പെർ kg ഇൻറ്റു R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് എത്രയായിരുന്നു? അത് ഇവിടെ ശ്രദ്ധിക്കണം. R എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുള്ളത് 0.287 കിലോ ജൂൾ പെർ kg കെൽവിനാണ്. ഞാനിവിടെ 103 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 3 എന്ന് കൊടുത്തു. അതായത് പ്രഷറിനെ കിലോ പാസ്കലിനുള്ളതിന് ഞാൻ പാസ്കലിലേക്ക് ആക്കി. അപ്പോൾ ഇവിടെ ഞാൻ 0. അതായത് നമ്മൾ ഇവിടെ R വാല്യൂ കൊടുത്തത് 0.287 എന്നുള്ളത് 0.287 എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യണം? കിലോ ജൂൾ എന്നുള്ളത് ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് തെറ്റാതെ എഴുതണം. 0.287 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 3. പിന്നെ T3 എത്രയായിരുന്നു? നമ്മളുടെ T3 എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് 100 + 273 373. ഇതിൽ നിന്ന് ഈ വാല്യൂസ് എല്ലാം അറിയാം, ഈ വാല്യൂസ് അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? V3 എത്രയാണെന്ന് കിട്ടും, ശരിയല്ലേ? അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് V3 കണ്ടുപിടിക്കാം. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ചെയ്യാം നമുക്ക്. ഇത് മൊത്തം 0.287 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 3 ഇൻറ്റു 373. ഓക്കെ, ഇത് ആൻസർ ചെയ്തു. V3 ഇവിടെ നിർത്തി, ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഡിവൈഡഡ് ബൈ 103 ഇൻറ്റു 10 ടു ദ പവർ ഓഫ് 3. അപ്പോൾ എനിക്ക് V3 വന്നിട്ട് കിട്ടിയത് 1.03 മീറ്റർ ക്യൂബ്. V3 = 1.03 മീറ്റർ ക്യൂബ്. ഓക്കെ, 1.03 മീറ്റർ ക്യൂബ് നമ്മൾക്ക് V3 കിട്ടി. അപ്പോൾ P3 V3 T3 ആയി. ഇനി P4 V4 T4. ഇപ്പോൾ V3 കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് വേണമെങ്കിൽ V4 ഇതിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാം. നമുക്കറിയാം V3/V4 = 6 ആണെന്നറിയാം, ശരിയല്ലേ? അപ്പോൾ അതായത് V3 നമുക്കിപ്പോൾ കിട്ടി 1.03. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ V4 ഇവിടെ ഇരിക്കുക അറിയില്ല, 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V3/V4 = 6. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? therefore V4 = എന്തായിരിക്കും? V4 ഇങ്ങോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ 1.03 ഡിവൈഡഡ് ബൈ 6 അല്ലേ.
1.03 ഡിവൈഡഡ് ബൈ 6 വരുമ്പോൾ എനിക്ക് V4 വന്നിട്ട് 0.17 മീറ്റർ ക്യൂബ് 0.17 മീറ്റർ ക്യൂബ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ V3 1.03 അല്ലേ, 1.03. ഇനി V4 വരുമ്പോൾ അതിനേക്കാളും ചെറുതായി 0.17. അതായത് ടോട്ടൽ വോളിയം എത്ര വന്നത് 1.03 മീറ്റർ ക്യൂബും ക്ലിയറൻസ് വോളിയം വന്നത് 0.17. ഓക്കെ, അപ്പോൾ നമുക്ക് V3 V4 അതൊക്കെ കിട്ടി. അപ്പോൾ V3 കിട്ടി, V4 കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഇനി നമുക്ക് P4-ഉം T4-ഉം കണ്ടുപിടിക്കണം അല്ലേ. നമ്മളിവിടെ P4-ഉം T4-ഉം കണ്ടുപിടിച്ചു. അപ്പോൾ P4 കിട്ടി, T4 കിട്ടി, പിന്നെ V4 കിട്ടി, P3 കിട്ടി, P3 T3 V3 ഇത്രയും കാര്യങ്ങളായി. ഇനി ബാക്കിയുള്ളത് P1 V1 T1 P2 V2 T2 ഇത്രയും കാര്യങ്ങളാണ് നമുക്കിനി ഇതിൽ നെക്സ്റ്റ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതേതാ പ്രോസസ്സ് 1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 1 കണ്ടുപിടിക്കാൻ ഇവിടെ നിന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ എഴുതി നോക്കുക 4-to-1 പ്രോസസ്സ് എടുക്കുക. ജസ്റ്റ് നമ്മൾ എഴുതി നോക്കുക എങ്ങനെയാണെന്നുള്ളത്. 4-to-1 പ്രോസസ്സ് എടുക്കുക. 4-to-1 പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. അതായത് P4 V4 ബൈ T4 PV ബൈ T എന്നുള്ള ഇക്വേഷൻ എടുത്തു. P4 V4 ബൈ T4 ഇസ് ഈക്വൽ ടു എത്ര P3 അല്ല P1 V1 ബൈ T1 അല്ലേ. അതിൽ V4 ഇസ് ഈക്വൽ ടു V1 ആണ്, ശരിയല്ലേ. V4 ഇസ് ഈക്വൽ ടു V1 ആണ്. ഓക്കെ, അപ്പോൾ ഇതും ക്യാൻസൽ ചെയ്തു. അപ്പോൾ ബാക്കിയുള്ളത് P4 ബൈ T4 ഇസ് ഈക്വൽ ടു P1 ബൈ T1. നമുക്ക് P4 അറിയാം അല്ലേ, P4 നമ്മൾ കണ്ടുപിടിച്ചു, T4 കണ്ടുപിടിച്ചു. പക്ഷേ P1-ഉം T1-ഉം അറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ. 2 അൺനോണുകളുണ്ട്. അപ്പോൾ അത് മാറ്റി വെച്ചു, ഈ ഒരു ഭാഗം നമ്മൾ മാറ്റി വെച്ചു. നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ നമുക്ക് നമ്മൾ ചോദ്യത്തിൽ നോക്കിയപ്പോൾ നമുക്കിവിടെ ചോദ്യത്തിലാണ് തന്നിട്ടുള്ളത് ഹീറ്റ് ആഡഡ് ടു ദ എയർ ഈസ് 945 കിലോ ജൂൾ പെർ kg കെൽവിൻ. അതായത് 945 കിലോ ജൂൾ പെർ kg കെൽവിനാണ് ഹീറ്റ് സപ്ലൈഡ് തന്നിട്ടുള്ളത്. 945 കിലോ ജൂൾ പെർ kg കെൽവിൻ എന്നാണ് തന്നിട്ടുള്ളത് അല്ലേ. kg കെൽവിൻ ഇല്ല കേട്ടോ, kg എന്നുള്ളൂ. kg കെൽവിൻ ഞാൻ അറിയാൻ പറഞ്ഞു പോകുന്നത്. നമ്മളത് CPCBയുടെ വാല്യൂ ആണ് kg കെൽവിൻ എന്നത്, കിലോ ജൂൾ പെർ kg കെൽവിൻ. ഓക്കെ, QS. അപ്പോൾ QS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ നമുക്കറിയാം എന്താണ് MCV കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആകുമ്പോൾ MCV T1 ആണ് വലുത് അല്ലേ. T1 മൈനസ് T4 ആണെന്ന് നമുക്കറിയാം. MCV T1 മൈനസ് T4. ഇതിൽ നിന്ന് നമുക്ക് T1 കണ്ടുപിടിക്കാൻ പറ്റില്ലേ, ശരിയല്ലേ. QS നമുക്ക് അറിയാം എത്രയാണ് 945 കിലോ ജൂൾ പെർ kg. ഓക്കെ, M നമുക്ക് അറിയാം 1 കിലോ ജൂൾ. ഓക്കെ, 1 ഞാൻ യൂണിറ്റ് ഇവിടെ ജസ്റ്റ് എഴുതാണ് കേട്ടോ, 1 കിലോഗ്രാം. CV നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് എത്രയാണ് 0.7165 കിലോ ജൂൾ. ഓക്കെ, ഇൻറ്റു 0.7165 കിലോ ജൂൾ പെർ kg കെൽവിൻ അല്ലേ. അപ്പോൾ ഇതും കിലോ ജൂളാണ്, ഇതും കിലോ ജൂളാണ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ വേറെ ഇൻറ്റു 1000 ഒന്നും കൊടുക്കണ്ട. ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാനിവിടെ കിലോ പാസ്കലായിരുന്നത് എന്ത് ചെയ്തു, ഇൻറ്റു 10⁻³ കൊടുത്ത് പാസ്കലാക്കിയത് കൊണ്ടാണ്, അങ്ങനെ എഴുതിയത് കൊണ്ടാണ് ഞാൻ പിന്നെ തിരുത്താതെ 0.287 കിലോ ജൂൾ പെർ kg കെൽവിൻ എന്നുള്ളതിനെ ഇൻറ്റു 10⁻³ കൊടുത്തിട്ട് ജൂൾ പെർ kg കെൽവിൻ ആക്കിയത്. ഇവിടെ നേരെ 103 കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ ഞാനിവിടെ 1000 എന്ന് എഴുതേണ്ട അവസ്ഥ. എന്നാൽ കിലോ ജൂളിനെ ആ കിലോ ജൂൾ തന്നെ എഴുതിയാൽ മതിയായിരുന്നു. 0.287 എന്നുള്ളത് കിലോ ജൂൾ തന്നെ എഴുതിയാൽ മതിയായിരുന്നു. അപ്പോൾ അത് ഒരു സ്റ്റെപ്പിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് അങ്ങനെയാണെന്ന്. പിന്നെ T1 മൈനസ് T4 അല്ലേ. അതിൽ നമുക്ക് T4 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. തൊട്ട് മുന്നേ T4 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ് 763.78 എന്നുള്ള നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കത് ഒന്നുകൂടി ഇവിടെ എഴുതാം. 945 ഓക്കെ 945 = 1 × 0.7165 ഇൻറ്റു T1 നമുക്ക് അറിയില്ല മൈനസ് T4 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചത് 763 എന്നുള്ളത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 763.78 എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോൾ എനിക്ക് എന്താ എഴുതാം 945 ഡിവൈഡഡ് ബൈ ഈ ടൈം മൊത്തം ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു 1 × 0.7165 ഓക്കെ = T1 മൈനസ് 763.78. അപ്പോൾ എത്രയായിരിക്കും 945 ഹരിക്കണം 0.7165
എന്ന് പറഞ്ഞാൽ 1318.91 T1 മൈനസ് 763.78. അപ്പോൾ T1 ഇവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിന് പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തായിരിക്കും, ഇത് പ്ലസ് ആവും അല്ലേ, 1318.91 പ്ലസ് 763 എന്നാവും. ശരിയല്ലേ, 763.78. therefore T1 is equal to, ഞാനിത് ആഡ് ചെയ്യാം, പ്ലസ് 763.78. എനിക്ക് വന്നത് T1 is equal to 2082.69 കെൽവിൻ, അതായത് 1809.69 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. T1 എന്ന് പറയുന്നത് ഒരു വലിയ ടെമ്പറേച്ചറാണ്. നമുക്കിവിടെ നോക്കാം. T1 എന്ന് പറയുന്നതാണ് ഇതിലെ ഹയസ്റ്റ് ടെമ്പറേച്ചർ. QR ഹീറ്റ് അഡീഷന് ശേഷം വരുന്ന ഈ ടെമ്പറേച്ചറാണ് ഏറ്റവും വലുത്. അപ്പോൾ നമുക്ക് T1 കിട്ടി, ശരിയല്ലേ, T1 കിട്ടി, നമുക്കിവിടെ T1 കിട്ടി. ഈ T1 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് P1 കണ്ടുപിടിച്ചൂടെ, ശരിയല്ലേ. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് P1 കിട്ടും. ഓക്കെ, നമുക്ക് അപ്പോൾ ആദ്യം P1 കണ്ടുപിടിക്കാം. നമുക്കത് ആദ്യം കണ്ടുപിടിക്കാം. എന്താണ്, നമ്മൾക്ക് രണ്ട് പാർട്ടാക്കാം. അപ്പോൾ നമുക്ക് നേരത്തെ ഇതിലറിയാം എന്താ എഴുതിയിട്ടുണ്ടായിരുന്നത്, നമ്മൾ P4 V4/T4 is equal to P1 V1/T1. അതായത് 421 എന്ന് പറയുന്ന ഈ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സിൽ, അപ്പോൾ V4 V1 കോൺസ്റ്റൻറ്റ് വോളിയം ആയതുകൊണ്ട് കട്ട് ചെയ്തു. P4/T4 is equal to P1/T1. അപ്പോൾ നമുക്ക് ഇപ്പോൾ T1 അറിയാം, T4 കണ്ടുപിടിച്ച് P4 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് P1 കണ്ടുപിടിക്കാൻ പറ്റും. P4 നമ്മൾ കണ്ടുപിടിച്ചത് എത്രയായിരുന്നു, ഞാനിവിടെ നിന്ന് എടുത്ത് എഴുതാം. P4 is equal to 1265.304 കിലോ പാസ്കൽ ഡിവൈഡഡ് ബൈ T4 നമ്മൾ കണ്ടുപിടിച്ചത് 763.78 കെൽവിൻ. P1 നമുക്കറിയില്ല. T1 നമ്മൾ കണ്ടുപിടിച്ചത് 2082.69 കെൽവിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിപ്പോൾ കിലോ പാസ്കലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടുന്നതും കിലോ പാസ്കലിൽ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഇതിനെ നമ്മൾ പാസ്കലിക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ, കിലോ മാറ്റിയിട്ട് ഇൻറ്റു 10⁻³ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടുന്ന P1 പാസ്കലിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ കിലോ പാസ്കൽ തന്നെ എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കിത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. 1265.304 ഹരിക്കണം 763.78. ഇത് ഈ ആൻസർ വന്നു. ഇതിന് ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻറ്റു 2082.69. P1 എനിക്ക് വന്നത് 3450 കിലോ പാസ്കൽ. P1 വന്നത് 3450.255 കിലോ പാസ്കൽ. ഓക്കെ, അപ്പോൾ നമുക്ക് P1 കിട്ടി, T1 കിട്ടി അല്ലേ. P1 ഉം T1 ഉം കിട്ടി. ഇപ്പോൾ V1 അറിയില്ല, V1 നമുക്കറിയില്ല. പക്ഷേ V1 നമുക്ക് ഈ കോൺസ്റ്റൻറ്റ് 421 എന്ന് പറയുന്ന ഈ പ്രോസസ്സ് വെച്ചിട്ട് നമുക്ക് കിട്ടില്ല. V4 is equal to V1 ആണ്. നമ്മളിവിടെ V4 കണ്ടുപിടിച്ചിട്ടുണ്ടോ? യെസ്, V4 കണ്ടുപിടിച്ചിട്ടുണ്ട്. V4 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് നമുക്ക് എന്താ പറയാൻ പറ്റുക, നമുക്കറിയാം കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. അതായത് V4 is equal to V1 ആണ് അല്ലേ. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്, അതുകൊണ്ട് V4 is equal to V1 ആണ്. ദാറ്റ് ഈസ് V4 is equal to V1 ആണ്. V4 നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എത്രയാണ്? V4 is equal to 0.17. ഓക്കെ, അപ്പോൾ നമ്മളെന്ത് എഴുതി, നമ്മളത് കണ്ടുപിടിച്ചു. V4 we know that during constant volume process 421 എന്താണ്, V4 is equal to V1. V4 നമുക്ക് എന്താണെന്നറിയാം. V4 നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 0.17 മീറ്റർ ക്യൂബ്. Therefore V4 is equal to V1 is equal to 0.17 മീറ്റർ ക്യൂബ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. എങ്ങനെയാണെന്നറിയോ, ഇതിപ്പോൾ നമുക്കിവിടെ P1 അറിയാം, P1 V1 PV is equal to, യെസ്, നമുക്ക്
P1 അറിയാം. P1 എത്രയാണ്? 3450.255 കിലോ പാസ്കൽ. T1 നമ്മൾ കണ്ടുപിടിച്ചത് കഴിഞ്ഞതിൽ കണ്ടുപിടിച്ച എത്രയായിരുന്നു? 2082.69 കെൽവിൻ അല്ലേ? അപ്പോൾ ദാറ്റ് ഈസ് P1 V1 MR T1 എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് P1 കിട്ടും. എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും ഈ PV MRT എന്നുള്ളത് അപ്ലിക്കബിൾ ആണ്. ഞാൻ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ കണ്ടീഷനിൽ PV MRT ആണ്, ഈ കണ്ടീഷനിൽ PV MRT ആണ്, ഈ കണ്ടീഷനിൽ PV MRT ആണ്, ഈ കണ്ടീഷനിൽ PV MRT ആണ്. അപ്പോൾ അത് എല്ലാവരുടെയും PV MRT ആണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം ഇത് തന്നെയല്ലേ കിട്ടണം എന്നുള്ളത്. P1 എത്രയാണ്? 3450.255 കിലോ പാസ്കൽ. നമുക്കതിനൊക്കെ കിലോ പാസ്കലിനൊക്കെ പാസ്കലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അപ്പോൾ തെറ്റുണ്ടാവില്ല. അപ്പോൾ ഇൻറ്റു 10⁻³ V1 നമുക്ക് അറിയില്ല. M1 കിലോഗ്രാം ഇൻറ്റു R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്? R ഇവിടെ ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നത് 0.287 kJ/kg കെൽവിനാണ്. ഞാൻ അതിനെ ജൂളിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ 0.287 ഇൻറ്റു 10⁻³ ഓക്കെ 0.287 ഇൻറ്റു 10⁻³ മനസ്സിലാവണില്ലേ? ഒന്നുകൂടി എഴുതാം. 3450.255 ഇൻറ്റു 10⁻³ ദാറ്റ് ഈസ് ഇൻറ്റു V1. P1 V1 ഈസ് ഈക്വൽ ടു M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോഗ്രാം ഇൻറ്റു R എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.287 ഇൻറ്റു 10⁻³ T1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരുന്നു? T1 നമുക്ക് കിട്ടിയത് 2082.650 ഇൻറ്റു 2082.650. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് ഈ V1 കണ്ടുപിടിച്ചോളൂ. അപ്പോൾ നമുക്ക് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനത് മൾട്ടിപ്ലൈ ചെയ്യാണ്. 0.287 ഇൻറ്റു 10⁻³ ഇൻറ്റു 2082.650. അപ്പോൾ ഈ ടൈം മൊത്തം കംപ്ലീറ്റ് ആയി. V1 അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് മൊത്തം ഞാൻ മൾട്ടിപ്ലൈ ചെയ്തു. V1 കിട്ടണമെന്നുണ്ടെങ്കിൽ V1 അവിടെ നിർത്തിയിട്ട് P1 ഞാൻ ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ P1 വാല്യൂ എത്രയാണ്? 3450 ഓക്കെ ഹരിക്കണം 3450.255 ഇൻറ്റു 10⁻³ 0.17 ഈ ആൻസർ തന്നെ ഓക്കെ. ദാറ്റ് ഈസ് V1 ഈസ് ഈക്വൽ ടു 0.17 മീറ്റർ ക്യൂബ് ഓക്കെ. അപ്പോൾ നമുക്ക് നമ്മൾ ജസ്റ്റ് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചതിൽ നമ്മൾ P3 V3 T3 കണ്ടുപിടിച്ചു, P4 V4 T4 കണ്ടുപിടിച്ചു, പിന്നെ ഇപ്പോൾ P1 V1 T1 കണ്ടുപിടിച്ചു. ഇനി പെൻഡിങ് ഉള്ളത് P2 V2 T2 ഇത്രയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അതിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യം കൂടി V1 ഇതേപോലെ V2 ഇതേപോലെ കിട്ടും. V3 ഈക്വൽ ടു V2 ആണ് അല്ലേ? V3 ഈക്വൽ ടു V2 ആണ്. നമ്മൾ V3 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. V3 ഈക്വൽ ടു 1.03 എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് 223 പ്രോസസ് 223 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. പ്രോസസ് 223 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. അതിൽ നമുക്കെന്ത് പറയാം? V2 ഈക്വൽ ടു V3. നമ്മൾ നേരത്തെ ഓൾറെഡി പ്രോസസ്സ് 223 പ്രോസസ്സ് അല്ലേ? നമ്മൾ ഇവിടെ P3 V3 ഇതിന് മുന്നേ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിന് തൊട്ട് മുൻപത്തെ ഇതിൽ P3 V3 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എവിടെ നമ്മൾ 4 to 4 പ്രോസസ്സ് 3 to 4 പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് V3 കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? V3 ഈക്വൽ ടു V2. അപ്പോൾ നമ്മൾ ആദ്യം എഴുതാൻ പോണ് പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രോസസ്സ് 2 to 3 ആണ് കേട്ടോ. നമ്മൾ പ്രോസസ്സ് 2 to 3 കൺസിഡർ ചെയ്യാണ്. പ്രോസസ്സ് 2 to 3 കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്താ പറയുക? ഇറ്റ് ഈസ് എ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ്. ദാറ്റ് ഈസ് V2 ഈക്വൽ ടു V3. നമ്മൾ 4 to 3 പ്രോസസ്സ് ചെയ്ത സമയത്ത് V3 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? V3 ഈക്വൽ ടു 1.03 മീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ടോട്ടൽ വോളിയം. ദാറ്റ് ഈസ് V3 ഈക്വൽ ടു V2 ഈക്വൽ ടു 1.03 മീറ്റർ ക്യൂബ് ഓക്കെ. അത് കിട്ടി. ഇനി നമുക്ക് ആവശ്യമുള്ളത് എന്താണ്? നമുക്ക് കണ്ടുപിടിക്കുന്നത് P2 കാണണം, T2 കാണണം. അപ്പോൾ നമ്മൾ ആദ്യം കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് ആകുമ്പോൾ എന്താണ്? PV/T. അപ്പോൾ P2 V2/T2 ഈസ് ഈക്വൽ ടു P3 V3/T3. അതിൽ V2 V3 കോമൺ ആണ്, അത് നമ്മൾ ക്യാൻസൽ ചെയ്തു.
P2/T2 is equal to P3/T3. ഇതല്ലേ? ഓക്കെ, നമുക്ക് P2 അറിയില്ല, ശരിയല്ലേ? നമുക്കിനി അറിയാത്തത് P2 അറിയില്ല, T2 അറിയില്ല, P3 T3 ഒക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രോസസ്സ് ഇപ്പോൾ അതായത് 2 to 3 എന്ന് പറയുന്ന ഈ ഇക്വേഷൻ നമുക്ക് ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് മാറ്റി വെച്ചു. നമ്മളിനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് 2 കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് പ്രോസസ്സ് 1 to 2 എടുക്കാം, അഡിയബാറ്റിക് പ്രോസസ്സ് എടുക്കാം. 1 to 2 നമുക്ക് ചെയ്ത് നോക്കാം. പ്രോസസ്സ് 1 to 2 അഡിയബാറ്റിക് പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? നമുക്കതറിയാം. നമ്മളിവിടെ എഴുതാണ് V2/V1. ആ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P2 V2 to the power of gamma is equal to P1 V1 to the power of gamma. അതൊരു ഇക്വേഷൻ. ഇനി അടുത്തൊരു ഇക്വേഷൻ അതിൽ വരുന്നത് V2/V1 to the power of gamma -1 രണ്ട് സ്ഥലത്തും ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ T1/T2. അതേപോലെ തന്നെ ഇപ്പുറത്ത് വരുന്നത് P1/P2 to the power of gamma -1. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് V2/V1 എത്രയാണെന്ന് അറിയാം അല്ലേ? V2/V1 നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. V2/V1 എന്ന് പറയുന്നത് തന്നെയാണ് എന്ത്? V3/V4 അല്ലേ? കോൺസ്റ്റൻറ്റ് വോളിയമാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? V2/V1 തന്നെയാണ്, V2/V1 തന്നെയാണ് എന്ത്? V3/V4. അത് തന്നെയാണ് നമുക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല 6 എന്ന് പറഞ്ഞിട്ട്, കംപ്രഷൻ റേഷ്യോ 6 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 6. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 6 അല്ലേ? അപ്പോൾ അതിൽ നിന്ന് നമുക്കിപ്പോൾ T2 നമ്മൾ കണ്ടുപിടിച്ചതല്ലേ? T2 അല്ല, T2 കണ്ടുപിടിക്കണം. T1 നമ്മൾ കണ്ടുപിടിച്ചതാണ്. T1 നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണ് എത്ര? 2082.69 എന്നുള്ള കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ഈ ഇക്വേഷൻ കൺസിഡർ ചെയ്യാണ്. T1/T2 is equal to V2/V1 ഞാൻ 6 എന്ന് എഴുതാണ് കേട്ടോ. 6 to the power of 1.4 - 1. T1 അറിയാം 2082.69. 2082.69/T2 is equal to 6 to the power of 1.4 - 1 എന്ന് പറയുമ്പോൾ 0.4. അപ്പോൾ T2 ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇതിനെ താഴ്ത്തിക്കൊണ്ടിട്ടാണ് നമ്മുടെ ആൻസറായി. അപ്പോൾ 6 to the power of 0.4 ഇത് കണ്ടുപിടിച്ചു. T2 ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി, ഈ T2 ഇങ്ങോട്ട് കൊണ്ടുപോയി 2086.69. 2086 അല്ല, 82 കേട്ടോ. 2082 2082.69 ഹരിക്കണം ഇതിങ്ങോട്ട് ഈ ആൻസർ. അപ്പോൾ ഈ ആൻസർ ഞാൻ ചെയ്തു 1017. ദാറ്റ് ഈസ് T2 is equal to 1017.10 കെൽവിൻ അല്ലെങ്കിൽ -273 എന്ന് പറയുമ്പോൾ 744.10 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, T2 കിട്ടി. ഇനി T2 കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് P2 കിട്ടില്ലേ? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ P2 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തെഴുതി? നമുക്കറിയുന്നത് എന്താണ്? നമുക്കിതറിയാം. P2 V2 T2 ഇതറിയാം, ഈ ഇക്വേഷൻ അറിയാം. അതായത് P2/T2 is equal to P3/T3 നമുക്ക് അറിയാം. നമ്മൾ T2 ഇപ്പോൾ കണ്ടുപിടിച്ചു, P2 അറിയില്ല. അപ്പോൾ ഞാൻ എന്തെഴുതി? ദാറ്റ് ഈസ് നമുക്ക് P2 അറിയില്ല, ഞാനത് അവിടെ ആസ് ഇറ്റ് ഈസ് എഴുതി. T2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത് 1017.10 കെൽവിൻ. ഓക്കെ, P3 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണെന്ന് നോക്കാം. P3 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 103 കിലോ പാസ്കൽ. ഓക്കെ, 103 കിലോ പാസ്കൽ. അപ്പോൾ ഞാനത് ഇവിടെ എഴുതി 103 × 10⁻³ കിലോ പാസ്കൽ എഴുതി. T3 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട് 100 ഡിഗ്രി സെൽഷ്യസ് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? 100 ഡിഗ്രി സെൽഷ്യസ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളിവിടെ എഴുതി. 100 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 100 + 273 എന്ന് പറയുന്നത് കെൽവിൻ, 373 കെൽവിൻ. ഇതും കെൽവിനിലാണ് കിടക്കുന്നത് കേട്ടോ, എല്ലാം കെൽവിനിലാണ് എഴുതേണ്ടത്. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് P2 കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് P2 എത്രയാണെന്ന് നോക്കാം. ഓക്കെ, P2 അപ്പോൾ നമ്മൾ ആദ്യം 103 ഇത് നമുക്ക് ഓരോന്നായിട്ട് സോൾവ് ചെയ്യാം. 100 + 273 373. ഓക്കെ, 103 × 10⁻³ ഹരിക്കണം ഈ ആൻസർ, അതായത് 373. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് സോൾവ് ചെയ്യും. അപ്പോൾ എനിക്ക് ഇതിവിടെ വന്നു. അപ്പോൾ P2/1017.10 ഈസ് ഈക്വൽ ടു എനിക്ക് വന്ന ആൻസർ 276.
276/139 ഈ ആൻസർ വന്നു. ഇനി P2 = എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഇൻറ്റു 1017.10 ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയി P2 = എനിക്ക് വന്നത് 280.861.39 പാസ്കൽ അല്ലേ? 103. ഇത് നമ്മൾ പാസ്കലാണ് എഴുതിയിട്ടുള്ളത്, പാസ്കൽ. അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും? വിച്ച് ഈസ് ഈക്വൽ ടു 280 280,861 2,80,861.39 പാസ്കൽ. അപ്പോൾ ഡിവൈഡ് ബൈ 1000 വരുമ്പോൾ ഒരു 3 0 1 2 3. അപ്പോൾ ആ പോയിൻ്റ് അങ്ങോട്ട് കയറുമ്പോൾ 280.861 കിലോ പാസ്കൽ. അപ്പോൾ നമുക്ക് ഇത്രയും വാല്യൂസ് കിട്ടി. അപ്പോൾ നമ്മളുടെ എല്ലാ ഇതുമായി ഇനി നമ്മൾ അത് എല്ലാം കൂടെ എഴുതിക്കുക എന്ന് പറഞ്ഞാൽ P3 നമുക്ക് 1 by 1 ആയിട്ട് പോകാം. അതായത് P1 P2 P3 P4 അത് എത്രയാണെന്ന് എഴുതിക്കുക. അപ്പോൾ P1 നമ്മളിവിടെ കണ്ടുപിടിച്ച് 3450. ഞാനിവിടെ നിന്ന് നോക്കി എഴുതുന്നുണ്ട് 3450.255 കിലോ പാസ്കൽ. P2 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 280.861 കിലോ പാസ്കൽ. P3 നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു 103 കിലോ പാസ്കൽ. P4 നമ്മൾ ആദ്യം കണ്ടുപിടിച്ചു 1265.034 1265.304 കിലോ പാസ്കൽ. ഓക്കെ, അത് കിട്ടി. ഇനി നെക്സ്റ്റ് T1 T2 T3 T4. അതിൽ T1 എവിടെയാണ് കണ്ടുപിടിച്ചത്? നമ്മൾ T1 കണ്ടുപിടിച്ചു 2082. ഓക്കെ, T1 നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 2082.69. T1 കണ്ടുപിടിച്ചു 2082.69 കെൽവിൻ. T2 നമ്മൾ ഇപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും അല്ലേ? ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചത് 1017.10 കെൽവിൻ. T3 നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടായിരുന്നു എത്രയാ? 100 ഡിഗ്രി സെൽഷ്യസ്, അതായത് 373 കെൽവിൻ. ഇനി T4 നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. T4 = നമ്മൾ കണ്ടുപിടിച്ചു 763.78 കെൽവിൻ. ഓക്കെ, 763.78 കെൽവിൻ. ഓക്കെ, ഇനി ഒരെണ്ണം കൂടി ഉണ്ട്. എന്താണ്? V1 V2 V3 V4. ഓക്കെ, അതിൽ എന്തായിരുന്നു? V2 = V3 V1 = V4. V2 = V3 V1 = V4. അപ്പോൾ നമ്മൾ ആദ്യം എന്തൊക്കെയാണ് പഠിച്ചത്? V3 1.03. അപ്പോൾ അത് നമ്മൾ കാണിച്ചു. V3 1.03 മീറ്റർ ക്യൂബ്. V3 = V2 ആണ്. V3 = V2 1.03 മീറ്റർ ക്യൂബ്. ഇനി V1 നമ്മൾ കണ്ടുപിടിച്ചു. V3 = V2. പിന്നെ നമ്മൾ V1 കണ്ടുപിടിച്ചു. V1 കണ്ടുപിടിച്ച എത്ര? 0.17 മീറ്റർ ക്യൂബ്. ഓക്കെ, 0.17 മീറ്റർ ക്യൂബ്. അതിൽ V1 = V4 ആണ് അല്ലേ? V1 = V4 ആണ്, 0.17 മീറ്റർ ക്യൂബ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കുക. PV ഡയഗ്രാം വരച്ചിട്ട് നമുക്ക് കിട്ടിയ വാല്യൂസിൻ്റെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി നോക്കുക. PV ഡയഗ്രാം ആകുമ്പോൾ കോൺസ്റ്റൻറ്റ് വോളിയം ഇങ്ങനെ വന്നു അല്ലേ? 1 2 3 4 ഇത് PV. ഇനി TS ഡയഗ്രാം അതിൻ്റെ താഴെ അതും വരയ്ക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. TS. അപ്പോൾ TS ഡയഗ്രാം ഇങ്ങനെ വരും അല്ലേ? 1 to 2. അപ്പോൾ 1 2 3 4 ഇത് ഐസെൻട്രോപ്പിക് അല്ലേ? S1 = S2. ഇവിടെ S3 = S4. ഇവിടെ V1 = V4 V2 = V3. അപ്പോൾ V1 = V4 0.17 0.17. V2 = V3 1.03 1.03. ഇനി P1 എത്രയാണ്? 3450 അല്ലേ? ആദ്യത്തെ 3450 നിന്ന്
3450 പ്രഷർ ആദ്യം, അതിൽ നിന്ന് 250 കിലോ പാസ്കലിക്ക് കുറഞ്ഞു. അത് കഴിഞ്ഞിട്ട് P3 വീണ്ടും കുറഞ്ഞു, 103 കിലോ പാസ്കലിക്ക് വീണ്ടും കുറഞ്ഞു. പിന്നെ വീണ്ടും കൂടി, എത്ര 1265 കൂടി. ശരിയല്ലേ? ഇനി T1 എടുക്കുകയാണെങ്കിൽ T1 ഫസ്റ്റ് എത്രയാണ്? 2082 2082 കെൽവിനായിരുന്നു. അതിൽ നിന്ന് കുറഞ്ഞ് 1017 കെൽവിനായി. പിന്നെ വീണ്ടും കുറഞ്ഞ് 373 കെൽവിനായി. പിന്നെ കൂടി 763 കെൽവിനായി. പിന്നെ അവിടെ നിന്ന് വീണ്ടും ഇങ്ങനെ കൂടി വന്നു. എത്ര? 2082 കെൽവിൻ. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മളിങ്ങനെ വരച്ച് നോക്കേണ്ടത്. ഇങ്ങനെയാണ്. ഇപ്പോൾ ഞാനിവിടെ കണക്ക് ചെയ്ത് നിങ്ങൾക്ക് ഞാനത് സോൾവ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഡാറ്റ ഇത് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അതിൽ ഇത്തിരിയും കൂടി ഇതായിട്ട് എഴുതിയെന്ന് സ്പേസ് കൊടുത്തിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ സെയിം മോഡൽ തന്നെ പോയിട്ടുണ്ടാവണമെന്നില്ല അതിൽ. ഓക്കെ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ നോക്കി നോക്കുക. ഞാനിപ്പോൾ ഇതിൽ ചിലപ്പോൾ വേറൊരു മോഡലിലായിരിക്കും കണക്ക് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇക്വേഷൻസ് എങ്ങനെ വേണമെങ്കിലും കൊടുത്ത് ചെയ്യണ പോലെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം ഇവിടുത്തെ ഇക്വേഷനും ഇതും. T1 2082. ഓക്കെ. T1 2082 10 17 373 763. അപ്പോൾ P1 സിമിലർലി 3450 280. ഓക്കെ. 3450 280 103 1265. ഓക്കെ. പിന്നെ V1 സെയിം തന്നെ. V3 = V2. ഓക്കെ. ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് V3 = V2. V3 = V2 = 1.039. ഓക്കെ. V1 = V4 0.17 മീറ്റർ ക്യൂബ്. ഓക്കെ. അപ്പോൾ അത് കണക്ക് ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതൊരു വലിയൊരു പ്രോബ്ലമാണ്. ഈ ടൈപ്പ് പ്രോബ്ലംസ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക. പരീക്ഷയ്ക്കൊക്കെ ഈ ടൈപ്പ് പ്രോബ്ലംസ് ചോദിക്കാം.